മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ ഒഴിവുകളിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. 2026 ജൂലൈ 1 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. കാറ്റഗറി നമ്പർ 26/2026 45,600 മുതൽ 95,600 എന്ന സ്കെയിലാണ് ശമ്പളം ലഭിക്കുക. ഏജ് വേണ്ടുള്ള 21 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും. യോഗ്യത വേണ്ടുള്ള 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ 3 വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. അതോടൊപ്പം ഹെവി പാസഞ്ചർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഹൈറ്റ് ആൺകുട്ടികൾക്ക് 165 സെൻറ്റിമീറ്ററും പെൺകുട്ടികൾ 152 സെൻറ്റിമീറ്ററും മിനിമം ഉണ്ടായിരിക്കണം. ആൺകുട്ടികൾ ചെസ്റ്റ് 85 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. അത് 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനുള്ള കഴിവും വേണം എന്ന കാര്യം മനസ്സിലാക്കും. നല്ല കാഴ്ചശക്തി ഉണ്ടായിരിക്കണം. ഡിസ്റ്റൻസ് വിഷൻ 6/6 സ്നെല്ലനും നിയർ വിഷൻ 0.5 സ്നെല്ലൻ 2 കണ്ണിനും ഉണ്ടായിരിക്കണം. അതുപോലെ ഇത് ഒരു അസിസ്റ്റൻറ്റ് സർജൻ കുറയാത്ത റാങ്കുള്ള ഒരു മെഡിക്കൽ ഓഫീസറിൽ ഇത് സർട്ടിഫൈ ചെയ്ത് നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിനോട് അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തിരഞ്ഞെടുക്കപ്പെടുന്ന 2 വർഷം പ്രൊബേഷൻ ആയിരിക്കും. അതുപോലെ 10 മാസം ട്രെയിനിങ്ങും കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടി വരും. താല്പര്യമുള്ളവർ ഈ അവസരം പ്രയോജനപ്പെടുത്തുക. ജൂലൈ 1 മുമ്പ് അപേക്ഷിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ കേരള PSCക്ക് അപേക്ഷിക്കുമ്പോൾ ഒരു 1 ഡേ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾ ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക യൂസർ ഐഡിയും പാസ്വേഡ് ഉപയോഗിച്ച്. എന്നിട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക, കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്യുക, അപ്ലൈ നൗ എന്ന് കൊടുത്താൽ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നാൽ അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ 1 ഡേ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് www.keralapsc.gov.in സൈറ്റിൽ പോവുക. നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത് ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, അഡ്രസ്സൊക്കെ കൊടുത്തൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ലഭിക്കുന്ന യൂസർ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്ത് ബാക്കി ഡീറ്റെയിൽസിലേക്ക് കൊടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഇങ്ങനെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യണം. ആ ഫോട്ടോയുടെ അടിയിൽ നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും കൂടെ വ്യക്തമായിട്ട് ടൈപ്പ് ചെയ്ത് ചേർക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. പിന്നെ അപേക്ഷാ ഫീസൊന്നുമില്ല. തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾ കേരള PSCക്ക് അപേക്ഷിക്കാൻ പറ്റും. അതുപോലെ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ചെയ്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇതുമായിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് കേരള PSCയുമായിട്ട് ബന്ധപ്പെടേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ പ്രയോജനം ചെയ്യും. അതിനായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. അതിലെ മൈ ആപ്ലിക്കേഷൻസ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമുക്കതിൻ്റെ കോപ്പി എടുത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും. അതുപോലെ നിങ്ങളുടെ ആധാറിൻ്റെ ഒരു കോപ്പി കൂടെ പ്രൊഫൈൽ അപ്ലോഡ് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ പോകുന്ന സമയത്തോ ടെസ്റ്റ് പോകുന്ന സമയത്തോ ഒരു ID പ്രൂഫായിട്ട് അത് വിനിയോഗിക്കാൻ പറ്റും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. പിന്നെ ഈ സെലക്ഷനോട് ബന്ധപ്പെട്ട റിട്ടേൺ ടെസ്റ്റ്, OMR ടെസ്റ്റ്, ഓൺലൈൻ ടെസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതാൻ റെഡിയാകുന്നൊരു കൺഫർമേഷൻ കൂടി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളോട് ആവശ്യപ്പെടുന്ന സമയത്ത് നിർബന്ധമായും കൊടുക്കണം. എങ്കിൽ മാത്രമേ പരീക്ഷയുടെ 2 ആഴ്ച മുമ്പ് ഹോൾ ടിക്കറ്റ് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അപ്പോൾ താല്പര്യമുള്ളവർ www.keralapsc.gov.in സൈറ്റിലെ നോട്ടിഫിക്കേഷനൊക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് ജൂലൈ 1 വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. താല്പര്യമുള്ളൊരു അവസരം പ്രയോജനപ്പെടുത്തുക. കേരള സർക്കാരിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്നുള്ളത്. കൂടുതൽ പ്രൊമോഷൻ സാധ്യതകളും ഉള്ള നല്ല ഒരു പോസ്റ്റാണെന്ന കാര്യം പ്രത്യേകം പറയാതെ നിങ്ങൾക്കറിയാം. താങ്ക് യു.